പെട്ടെന്ന് മനസ്സിലേക്ക് എന്തൊക്കെയോ കടന്നുകൂടിയതും എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കൂടുതലും ഇന്ന് നടന്ന കാര്യങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയത്. ഞാൻ ഇന്ന് വരെ ഒരു പെണ്ണിനോട് പോലും സോറി പറഞ്ഞിട്ടില്ല. ഇത് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്ന് കരുതി നീ ജയിച്ചു എന്ന് കരുതണ്ട. ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. കാത്തിരുന്നോ നീ. അവൻ്റെ ശബ്ദം അവളുടെ കാതുകളിൽ മുഴുകി കേട്ടുകൊണ്ടേയിരുന്നു. അയാൾ എന്താണ് ഇങ്ങനെ? അങ്ങനെ പറയാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് അയാളോട് ചെയ്തത്? ഒരു പെണ്ണിനോട് സോറി ചോദിച്ചു എന്ന് കരുതി എന്ത് സംഭവിക്കാനാണ്? ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് അയാൾ ലാസ്റ്റ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അവൾ ഓരോന്നും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ചിന്തിക്കുന്നതിനിടയിലും അവളുടെ കണ്ണുകൾ ജസ്റ്റിൻ്റെ ഫോട്ടോയിലേക്ക് പോയി. എനിക്കറിയില്ല ഇച്ചായ, അയാൾ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന്. ഞാൻ അയാളെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും അയാളോട് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് അയാളെ ഇവിടെ വെച്ച് ഞാൻ കാണുന്നത്. പക്ഷേ അയാൾക്ക് എന്നോടുള്ള ദേഷ്യം കണ്ട ഞാൻ എന്തോ അയാളെ ചെയ്തതുപോലെയാണ്. അവൾ അവൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി പരാതി പോലെ പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവിടേക്ക് പോകണമെന്ന് ആരോ മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷെ അയാളുടെ മുഖം ഓർക്കുമ്പോൾ പേടി തോന്നുകയാണ്. എന്തായാലും അയാളുടെ കൂടെയുള്ള ജോലി അതത്ര നല്ലതായിരിക്കില്ല. പക്ഷേ ഇതുപോലെ ഒരു ജോലി ഇനി ഒരിക്കലും എനിക്ക് കിട്ടുകയുമില്ല. അവൾ മനസ്സിൽ പഴയ കാര്യങ്ങൾ ഓരോന്നും ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഇച്ചായന് അല്ലെങ്കിലും എന്നേക്കാൾ വലുതല്ലേ ഫ്രണ്ട്സ്. എന്നും അവരൊന്നും കൂടെ കാണില്ല. നോക്കിക്കോ. അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി പരാതി പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറയുമ്പോൾ അവൻ്റെ നെഞ്ചിടിപ്പ് കൂടി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ആമി മോളെ, സത്യമായിട്ടും ഞാൻ നിൻ്റെ ഫ്രണ്ടിൻ്റെ റിസപ്ഷന് പോകാൻ വേണ്ടി ഉച്ചയ്ക്ക് അവിടുന്ന് ഇറങ്ങിയതാ. പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങൾ വരുന്ന വഴി ഭയങ്കര മഴയായിരുന്നു. മഴയത്ത് എങ്ങനെയാ മോളെ ബൈക്ക് ഓടിക്കുന്നത്? അതുകൊണ്ടൊരു സ്ഥലത്ത് കയറി നിന്നു. മഴ തോർന്നിട്ടാ പിന്നെ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. അവൻ അവളുടെ കാലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈകളെ തട്ടിമാറ്റി. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പറഞ്ഞതല്ലേ അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന്. മറ്റാര് ചെന്നില്ലെങ്കിലും ഇന്ന് റിസപ്ഷന് ഞാൻ ചെല്ലുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവളുടെ ആ പ്രതീക്ഷയും തെറ്റിയില്ലേ. എന്നെയും ആഗ്രഹിപ്പിച്ചു പറ്റിച്ചു. അവൾ സങ്കടത്തോടെ കണ്ണുകൾ തുടച്ചു. എൻ്റെ ആമി, അവിടെ ഇപ്പോൾ റിസപ്ഷനൊന്നും കഴിയാൻ സമയമായില്ലല്ലോ. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരാം. നീ കണ്ണൊക്കെ തുടച്ചിട്ട് റെഡിയായിട്ടിരുന്നേ. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനി എന്തിനാ അങ്ങോട്ട് പോകുന്നത്? തീരാറായപ്പോഴാണോ ഞാൻ അവളുടെ ഫംഗ്ഷന് കയറി ചെല്ലേണ്ടത്? ഇച്ചായൻ തനി അങ്ങ് പോയാൽ മതി. അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. ആമി, നീ ഇങ്ങനെ കരയല്ലേ മോളെ. നീ കരയുമ്പോൾ എൻ്റെ നെഞ്ചാ പിടയ്ക്കുന്നത്. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? ഞാൻ എന്തുമാത്രമാണ് എൻ്റെ ആമയെ സ്നേഹിക്കുന്നതെന്ന് നിനക്കറിയോ? അപ്പോൾ നീ ഇങ്ങനെ എന്നോട് കാണിച്ചാൽ അത് എന്തുമാത്രം എന്നെ വേദനിപ്പിക്കുമെന്ന് നീ എന്താ മനസ്സിലാക്കാത്തത്? അവൻ പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാൻ ചെയ്തത് തെറ്റായി പോയെങ്കിൽ സോറി സോറി സോറി. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കാലിൽ പിടിച്ചു. ഇച്ച, എന്തായി കാണിക്കുന്നേ? ആരെങ്കിലും കണ്ട നാണക്കേടാ, വിട്. അവൾ അവൻ്റെ കൈ അവളുടെ കാലിൽ നിന്നും വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എൻ്റെ ഭാര്യയുടെ കാല് പിടിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു കുഴപ്പവുമില്ല. നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ ഈ കാലിൽ നിന്നും പിടിവിടില്ല. അവനും വാശിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇച്ചായ, വിട്. ഞാൻ ക്ഷമിച്ചു, വിട്. അവൾ പറഞ്ഞതും അവനവളുടെ കാലിൽ നിന്നും പിടിവിട്ടു. പിന്നെ അവളുടെ അടുത്തേക്കിരുന്നു. അവളുടെ തോളിൽ കൂടി ഒരു കൈയിട്ട് മറുകൈ കൊണ്ട് അവളുടെ മുഖം തുടച്ചു കൊടുത്തു. എൻ്റെ പെണ്ണെ, ഇങ്ങനെ നിസ്സാര കാര്യത്തിനൊക്കെ കരയാൻ തുടങ്ങിയ എങ്ങനെയാടി? നമുക്കിനി എന്തുമാത്രം ജീവിതം മുൻപോട്ട് കിടപ്പുണ്ടെന്ന് നിനക്കറിയോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ വീണ്ടും നിറകണ്ണുകളോടെ അവനെ നോക്കി. അതിന് കാലി പിടിച്ചിട്ടാണോ സോറി പറയുന്നേ? ഇനി എന്നോടങ്ങനെ ചെയ്യല്ലേ. റിസപ്ഷന് താമസിച്ചതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് ഇപ്പോൾ കാലി പിടിച്ചതാ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറയുന്നുണ്ടായിരുന്നു. അതിനിപ്പോൾ എന്താ ആമി? തെറ്റ് ചെയ്താൽ നമ്മൾ സോറി പറയണം. അത് അമ്മയോടാണെങ്കിലും പെങ്ങളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും. എൻ്റെ മമ്മി എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിനൊരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. ഞാൻ സോറി പറഞ്ഞത് മറ്റാരോടും അല്ലല്ലോ, എൻ്റെ കൊച്ചിനോടല്ലേ. ഇനിയിപ്പം നീ ചെയ്ത് തെറ്റാണെങ്കിൽ പോലും നീ എന്നോട് മിണ്ടാൻ വേണ്ടി ഞാൻ നിന്നോട് സോറി പറയും. എനിക്കതിലൊരു നാണക്കേടുമില്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എനിക്ക് കിട്ടിയ നിധിയാ എൻ്റെ ഇച്ചായൻ. അവൾ പറഞ്ഞുകൊണ്ട് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ച് അവൻ്റെ കവിളിലൊന്ന് ചുംബിച്ചു. പഴയ കാര്യങ്ങൾ ഓരോന്നും ഓർത്തതും അവളുടെ കണ്ണിൽ കൂടി കണ്ണുനീരൊഴുകി. അവളുടെ കയ്യിലിരുന്ന ജസ്റ്റിൻ്റെ ഫോട്ടോയിലെ മുഖത്തുകൂടി അവൾ വിരൽ കൊണ്ട് തഴുകി. ഇച്ചൻ എത്ര എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോടൊപ്പം ഒരുപാട് നാൾ ഒരുപാട് കാലം ജീവിക്കുമെന്ന്. നമ്മൾ എന്തുമാത്രം സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്തൊക്കെ ആഗ്രഹങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിലൊന്നുപോലും നടത്താതെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്തിനാ പോയത്? ഇവിടെ ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് ഇച്ചായൻ അറിയുന്നുണ്ടോ?
അവൾ വിതുമ്പി പറഞ്ഞു. ഇച്ചായനെ പോലെ, ഇച്ചാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. ഇന്ന് അയാൾ എന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി ആദ്യം കടന്നുപോയത് ഇച്ചായൻ്റെ മുഖമാണ്. അയാൾ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇച്ചായൻ എൻ്റെ ഭാഗ്യമായിരുന്നു എന്ന്. ഇച്ചായനെ പോലെ ആകാൻ ഇച്ചന് മാത്രമേ പറ്റുള്ളൂ. അവൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണുനീർ ആ ഫോട്ടോയിലേക്ക് വന്ന് പതിച്ചിരുന്നു. പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ആരാണെന്ന് ഡിസ്പ്ലേയിൽ നോക്കിയതും സാൻഡ്ര എന്ന് കണ്ടു. അവൾ ഉടനെ കണ്ണുകൾ തുടച്ചിട്ട് ഫോൺ ഓൺ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ചേച്ചി, എന്തായി കാര്യങ്ങളൊക്കെ? എനിക്ക് ഇടയ്ക്ക് ഇറങ്ങി വന്ന് നോക്കാൻ പറ്റിയില്ലായിരുന്നു. ചേച്ചി കമ്പനിയിലുണ്ടോ? എടുത്ത പാടെ അവൾ സംശയത്തോട് ചോദിച്ചു. ആമി അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു. എന്നിട്ട് ചേച്ചി ഇപ്പോൾ എവിടെയാ? അവൾ സംശയത്തോട് ചോദിച്ചു. ഞാൻ ഹോസ്റ്റലിലേക്ക് തിരികെ വന്നു. അതും പറഞ്ഞുകൊണ്ട് ആദിയുടെ അച്ഛൻ അവളെ കാറിൽ ഹോസ്റ്റലിലേക്ക് ആക്കിയ കാര്യങ്ങളൊക്കെ അവൾ സാന്ദ്രയോട് പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ സാറ് നല്ല മനുഷ്യനാണെന്ന്. സത്യം പറഞ്ഞാൽ ആ സാറുള്ളത് കൊണ്ടാണ് ഈ കമ്പനി പല ആളുകളും ജോലിക്ക് വരുന്നത്. സാറ് മാത്രമായിരുന്നുവെങ്കിൽ ഒറ്റ എംപ്ലോയീസ് ഇവിടെ വന്ന് ജോലി ചെയ്യില്ല. സാൻഡ്ര പറഞ്ഞതും അവളൊന്ന് മൂളി. എന്നിട്ട് ചേച്ചി എന്ത് തീരുമാനിച്ചു? ജോലിക്ക് വരുന്നുണ്ടോ? അതോ? അവൾ സംശയത്തോട് ചോദിച്ചു. ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല മോളെ. വൈകിട്ട് ഫെലിക്സിനോടൊന്ന് സംസാരിക്കട്ടെ, അവൻ എന്താ പറയുന്നത് നോക്കാം. ആമി പറഞ്ഞതും അവൾ മൂളി. ശരി ചേച്ചി, കുറച്ച് സമയം കിട്ടിയപ്പോൾ ചേച്ചിയെ വിളിച്ചെന്ന് കാര്യങ്ങൾ ചോദിക്കാമെന്ന് കരുതി. ഇറങ്ങി അങ്ങോട്ട് വരാമെന്ന് വെച്ചാൽ അയാൻ സാറിൻ്റെ കണ്ണിൽപ്പെട്ട പ്രശ്നമാകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാഞ്ഞത്. എന്തായാലും ചേച്ചി ഹോസ്റ്റലിൽ എത്തിയല്ലോ, അത് വലിയ കാര്യമായി. ഞാനൊരു 4 മണിയൊക്കെ ആകുമ്പോൾ വരും. ചേച്ചി ഉച്ചയ്ക്ക് മെസ്സിൽ പോയി ആഹാരം കഴിക്കണം കേട്ടോ. ഫുഡൊക്കെ അവരവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. അവൾ ഓരോന്നും ആമിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എല്ലാം മൂളി കേട്ടുകൊണ്ട് ആമി ഫോൺ വെച്ചു. അവളുടെ മനസ്സിൽ പല ചിന്തകളായിരുന്നത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ അവൾക്കൊട്ടും തോന്നിയില്ല. കട്ടിലിലേക്ക് കിടന്ന് അവൾ മയങ്ങിപ്പോയിരുന്നു. വൈകിട്ട് ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് അവൾ കണ്ണുകൾ തുറന്നത്. ഫോണിലേക്ക് നോക്കിയതും സമയം 3:30 കഴിഞ്ഞിരുന്നു. ഇത്രയും സമയം ഞാൻ കിടന്നുറങ്ങിയോ? അവൾ സ്വയം ചിന്തിച്ചുകൊണ്ട് ഫോൺ എടുത്തു. ഡാ ഫെലിക്സ്, എടുത്ത പാടെ അവൾ വിളിച്ചു. ആമി, ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുകയാണെന്നറിയോ? എന്താ നീ ഫോൺ എടുക്കാഞ്ഞത്? ഞാൻ പേടിച്ചു പോയി. അവൻ ആവലാതിയോടുകൂടിയും ദേഷ്യത്തോടെയും അവളോട് പറഞ്ഞു. നീ ഒരു തവണയല്ലേ വിളിച്ചുള്ളൂ? അവൾ സംശയത്തോട് ചോദിച്ചു. അല്ല, ഇത് 3ാമത്തെ തവണയാ. ഇതും കൂടി എടുത്തില്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് വരാനിരിക്കുകയായിരുന്നു ഞാൻ. അവൻ അവളോട് മറുപടി പറഞ്ഞു. സോറിയടാ, എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ വല്ലാതങ്ങ് ഉറങ്ങിപ്പോയി. അവൾ ദയനീയമായി അവനോട് പറഞ്ഞതും അവൻ കുഴപ്പമില്ല എന്ന് മറുപടി പറഞ്ഞു. ഞാനൊരു 5 മണിയാകുമ്പോഴേക്കും ഹോസ്റ്റലിൻ്റെ മുന്നിലേക്ക് വരാം. നീ ഒരുങ്ങി റെഡിയായിട്ട് താഴേക്ക് വാ, നമുക്ക് പുറത്തേക്കൊന്ന് പോകാം. അവൻ പറഞ്ഞതും അവൾ മൂളി. ആമി, അവൾ മൂളുന്ന സൗണ്ട് കേട്ടതും അവൻ വിളിച്ചു. നീ ഓക്കെ അല്ലേ? അവൻ്റെ ആ ചോദ്യത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആരെങ്കിലും ഉണ്ടല്ലോ എനിക്ക് ഞാൻ ഓക്കെ ആണല്ലോ എന്ന് ചോദിക്കാൻ എന്ന ചിന്താഗതിയായിരുന്നു അവൾക്ക് ആ നിമിഷം ഉണ്ടായത്. ആമി, അവൾ മറുപടി ഒന്നും പറയാഞ്ഞതും അവൻ വീണ്ടും വിളിച്ചു. ഫെലിക്സ്, എന്താടി? ഞാൻ ഒട്ടും ഓക്കെ അല്ല ഫെലിക്സ്. നാട്ടിൽ നിന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുക. ഇപ്പോൾ ഇതെനിക്ക് പറ്റിയ സ്ഥലമല്ലെന്ന് തോന്നുക. അവൾ തിരികെ അവനോട് സങ്കടത്തോടെ മറുപടി പറഞ്ഞു. അങ്ങനെയൊന്നും ചിന്തിക്കാതെ ആമി, നീ ഇവിടേക്ക് വന്നത് തന്നെ ദൈവനിശ്ചയമാണെന്നാണ് ഞാൻ കരുതുന്നത്. സമാധാനമായിട്ടിരിക്കുന്നേ. ദൈവം ഒന്നും കാണാതെ ഒന്നും പ്രവർത്തിക്കില്ല. എല്ലാം ശരിയാകും. ഞാനല്ലേടി കൂടെയുള്ളത്. അവൻ മറുപടി പറഞ്ഞു. ആമി അത് മൂളിക്കൊണ്ട് ഫോൺ വെച്ചു. ഇച്ചായം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് അവനാണ്. ഫെലിക്സ് തൻ്റെ ലൈഫിലേക്ക് യാദൃച്ഛികമായിട്ട് കയറി വന്നവൻ. ഇന്നവൻ തനിക്ക് ആരെല്ലാമോ ആണ്. ഒരിക്കലും പറിച്ചെടുത്ത് കളയാൻ പറ്റാത്തൊരു ബന്ധം. അവൾ സ്വയമേ ചിന്തിച്ചു. പെട്ടെന്ന് അവളുടെ മനസ്സിലൂടെ അവൻ്റെ മുഖം കടന്നുപോയി. അയാളുടെ കണ്ണുകൾ, ഇച്ചൻ്റെ പോലെ കാപ്പി കണ്ണുകൾ. അതോർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. തൻ്റെ ക്യാബിനിലേക്ക് വന്ന അവൻ ടേബിളിന് പുറത്തുണ്ടായിരുന്ന ഫയലുകളെല്ലാം കൈകൊണ്ട് തട്ടി താഴേക്കിട്ടു. ഒരാമിയ, ഷിറ്റ്! അച്ഛൻ ഒരാൾ കാരണമാണ് ആ പീറ പെണ്ണിനോട് എനിക്ക് സോറി പറയേണ്ടി വന്നത്. അവളെ ഞാൻ വെറുതെ വിടില്ല, ഒരിക്കലും. അവൾ ഇവിടെ ജോലിക്ക് വരണമെന്ന് തീരുമാനമെടുത്താൽ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ അവളെ കൊല്ലും. ഒരു ദിവസം പോലും അവളിവിടെ സമാധാനമായിട്ട് പണിയെടുക്കില്ല. എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ ദേഷ്യത്തോടെ ടേബിളിലേക്ക് മുഷ്ടി ചുരുട്ടി ഇടിച്ചു. പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ ഡിസ്പ്ലേയിലേക്ക് നോക്കിയതും ആര്യൻ എന്ന് കണ്ടു. അത് കണ്ടവൻ ഫോൺ എടുത്തു. എന്താടാ കാര്യം? ഗൗരവവും ദേഷ്യവും കൈവിടാതെ തന്നെ അവൻ സംശയത്തോടെ ചോദിച്ചു. ആശ നല്ല കലിപ്പിലാണെന്ന് തോന്നുന്നല്ലോ. അവൻ സംശയത്തോടെ തിരികെ ചോദിച്ചു. എങ്ങനെ കലിപ്പിലാകാതിരിക്കും? രാവിലെ തന്നെ ഓരോന്ന് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് എഴുന്നള്ളിയായിരുന്നല്ലോ.
അവൻ ദേഷ്യത്തോടെ ആര്യനോട് മറുപടി പറഞ്ഞു. നീ ആരുടെ കാര്യം ആദി പറയുന്നത്? കാര്യം എന്താണെന്ന് മനസ്സിലാകാഞ്ഞതും അവൻ സംശയത്തോട് ചോദിച്ചു. അയാൻ ഇന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. ഗൗരവത്തോടെയാണ് അയാൻ അതൊക്കെ അവനോട് പറഞ്ഞതെങ്കിൽ മറുവശത്തു നിന്നും ഒരു പൊട്ടിച്ചിരിയായിരുന്നു അതിൻ്റെ മറുപടി. അതും കൂടി കേട്ടതും അവൻ്റെ ദേഷ്യം ഇരട്ടിയായിട്ട് മാറി. ആര്യൻ, അവൻ ദേഷ്യത്തോടെ വിളിച്ചു. സോറി ആദി, ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാടാ ഞാൻ ചിരിക്കാതിരിക്കുന്നത്? അവൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു. അതിന് ആദി ഒന്നും പറഞ്ഞില്ല. ആദി, പണ്ട് വിശ്വാമിത്രൻ്റെ തപസ്സിളക്കാൻ മേനക വന്നതുപോലെ ആകുമോ ഇത്? ആര്യൻ ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി. എനിക്ക് മനസ്സിലായില്ല, അയാൻ സംശയത്തോട് ചോദിച്ചു. അതായത് മോനെ ആദി, പെണ്ണിനോടുള്ള നിന്റെ വെറുപ്പ് മാറ്റാൻ വന്നവളാണോ ഇവളെന്ന്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞു തരാം. നീ അവളെ കണ്ട് വീണോ മോനെ? ആര്യൻ വീണ്ടും കളിയാക്കി. പന്ന, നീ എന്താണ് എന്നെപ്പറ്റി കരുതിയിരിക്കുന്നത്? ഏതെങ്കിലും ഒരുത്തി കെട്ടിയെടുത്താൽ എൻ്റെ മനസ്സങ്ങ് മാറുമെന്നാണോ? ഈ ആദി വെറുത്താൽ വെറുത്തത് തന്നെയാ. പ്രത്യേകിച്ച് ഈ കരഞ്ഞ് കണ്ണീരൊലിപ്പിക്കുന്നവളുമാരെ എനിക്ക് തീരെ വിശ്വാസമില്ല. അവൻ ദേഷ്യത്തോടെ ആര്യനോട് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയാൻ വരട്ടെ മോനെ ആദി, മനസ്സ് മാറാൻ ഒരു നിമിഷം മതി. ചിലപ്പോൾ നിന്റെ മനസ്സും പെണ്ണിനോടുള്ള വെറുപ്പുമൊക്കെ മാറ്റാൻ അവൾക്ക് സാധിക്കുമെങ്കിലോ? ആര്യൻ സംശയത്തോട് ചോദിച്ചു. എൻ്റെ മനസ്സൊരിക്കലും മാറില്ല. അത്രയും വേദനിച്ച മനസ്സിന് ഒരിക്കലും മാറാൻ കഴിയില്ല ആര്യൻ, ഒരിക്കലും കഴിയില്ല. അവനത് പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ അവൻ്റെ കണ്ണുകളൊന്ന് നനഞ്ഞു. അവൻ്റെ സ്വരം ഒന്ന് ഇടറിപ്പോയി. മനസ്സിലായതും ആര്യൻ അവളെ കളിയാക്കുന്നത് നിർത്തി.